സൂപ്പർ വേണം ബ്രോ, സൂപ്പർ വേണം, ഒന്നും പറയാനില്ല. ഉള്ള അടിപൊളി വേണം. പെർഫോമൻസ് ഒക്കെ എല്ലാം പറയാം, അവിടൊക്കെ വേറെ ലെവല്. നല്ല പടം, അടിപൊളി എക്സ്പീരിയൻസ്. മസ്റ്റ് ഫസ്റ്റ് ഫാസ്റ്റിൽ അഴിഞ്ഞാടെയാണ് അതിൽ കിടന്ന് പൊളി, വേറെ ലെവൽ പടം. എടാ മോനെ, അത് ഞാൻ പറയല്ല, നമ്മളാരും പറഞ്ഞല്ല, അത് ഫസ്റ്റ് ഫാസ്റ്റിൽ അതിൽ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സാധനം ഫാസ്റ്റ് ഫാസ്റ്റിൽ മാത്രമായിട്ട് എഴുതി കൊടുത്തേ പറ്റുള്ളൂ. അതിലും ഫാസ്റ്റ് ഫാസ്റ്റിൽ ഫുള്ള് എന്റർടൈൻമെന്റ്. ഒട്ടും കൊള്ളത്തില്ല, ഹൈപ്പ് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ഭയങ്കര കംബാക്ക് ആയിരുന്നു, ഇഷ്ടമായി. സെക്കൻഡ് ഹാഫ് നല്ലായിരുന്നു, എല്ലാം കൊളാസ് നന്നായിരുന്നു. നല്ല സിനിമയാണ്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡിക്കും ത്രില്ലറും എല്ലാം ഉണ്ട്, സൂപ്പർ സിനിമ, കിടില. ത്രില്ലറാണ്, കോമഡി ഉണ്ട്, നമുക്ക് ബോറടിക്കത്തില്ല, കിടില സിനിമ, അടിപൊളി. മൊത്തത്തിൽ നല്ലൊരു യങ്സ്റ്റേഴ്സിനെ പറ്റിയ നല്ല പടമാണ്, കൊള്ളാം. നല്ല സിനിമ, ഒരു ബോറടിയില്ല, നമ്മൾ കാണാത്ത ഒരു കഥ, ഫുൾ എൻ്റർടൈൻമെൻറ്റ് സിനിമ. കോമഡി ആയാലും അടി ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും എല്ലാം അടിപൊളി സിനിമ. കൊള്ളാം, നല്ല പടം. കുറച്ച് കളർഫുൾ പടമാണ്, കുറേ കാലത്തിന് ശേഷം അങ്ങനെ ഒരു പടം തിയേറ്ററിൽ വരുന്നത്. കുഴപ്പമില്ല, നല്ല പടമാണ്, പടം കുഴപ്പമില്ല, എൻ്റർടൈനറാണ്. നമ്മൾ മറ്റൊരു നഗരത്തിൽ പഠിക്കാൻ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ മറ്റ് സീനിയേഴ്സിന്. അപ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ മറ്റ് പല സങ്കേതങ്ങളിലേക്ക് അഭയം തേടിപ്പോവും. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന മറ്റ് പ്രത്യാഘാതങ്ങളാണ് സിനിമ കാണിക്കുന്നത്. നല്ല സിനിമയാണ്, എല്ലാവരും വന്ന് കാണും. എൻ്റർടൈനറാണ്, വിഷു എൻ്റർടൈനർ, എല്ലാവരും വന്ന് കാണണം. മോനെ അതാണ്. അടിപൊളി പടം, അടിപൊളി പടം. ഫാസിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല കാസ്റ്റും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ക മ്യൂസിക്കൊക്കെ ആണ് നല്ല രസം. നല്ല പടമായിരുന്നു, അടിപൊളിയാണ്, ഫുൾ പാക്ഡ് എൻ്റർടൈനർ പടമാണ്. എല്ലാവരും തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യരുത്, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഫഹദിൻ്റെ പെർഫോമൻസ് രക്ഷയില്ല. ഞാൻ എല്ലാ സിനിമകളുടേതായ രീതിയിൽ മാത്രം കാണുക. അതിപ്പം സീരിയസ് ആയിരുന്നാലും തമാശ ആയിരുന്നാലും സ്പൂഫ് ആയിരുന്നാലും ഏത് കാറ്റഗറി വരുന്നത്. അപ്പം ഈ ഒരു സിനിമയുടെ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു എൻ്റർടൈൻഡ് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റീവ് മൂഡിൽ, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ഒരു അടിച്ചുപൊളി അല്ലെങ്കിൽ ഒരു ഫുൾ വൈബ്, അങ്ങനെയൊക്കെ നമ്മൾ പല വിശേഷങ്ങൾ ചാർത്തി കൊടുക്കുന്ന അങ്ങനത്തെ രീതിയിലുള്ള ഒരു സിനിമയാണ്. അത് സിനിമയിൽ ഒരു 3 ഇപ്പം രോമാഞ്ചം എന്നൊരു സിനിമ നമ്മൾ കണ്ടിരുന്നു, ഇതേ സെയിം സംവിധായകൻ്റെ. അപ്പോൾ അതിലും കാണാം ഒരു യങ്സ്റ്റേഴ്സ് നമ്മളൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നു, അതിനുശേഷം അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഇതിനകത്തും സിമിലർ ആയിട്ടുള്ള ഒരു പ്ലോട്ട് തന്നെയാണ്. പ്ലോട്ട് സിമിലർ ആണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ കഥയിൽ വ്യത്യാസമുണ്ട്. ഒരു ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ പഠിക്കാൻ എത്തിപ്പെടുന്ന 3 സ്റ്റുഡൻസ്, പിന്നെ അവർ സീനിയേഴ്സുമായിട്ട് ചില രീതിയിൽ അവർ എന്താ പറയുക, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ സീനിയേഴ്സിൻ്റെ റാഗിങ് ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതിന് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലോക്കൽ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നു. അപ്പോൾ അതിനുശേഷം ഫഹദ് ഫാസിലിനെ കണ്ടുമുട്ടുന്നു. അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയിൽ ഉടനീളം വരുന്നത്. സിനിമയിൽ ഉടനീളം ഈ ഒരു എന്താ പറയുക, നമ്മളൊരു അടിച്ചുപൊളി വൈബിലാണ് സിനിമ ഫുൾ ഇത് പോകുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ഒരു മീറ്റർ കറക്റ്റ് പിടിച്ചിട്ട് വേണം ഈ ഒരു സിനിമ കാണാൻ. എന്നാലേ അല്ലാതെ ഇതിനകത്ത് നോക്കിയിട്ട് നമുക്കിപ്പം നമ്മളൊരു സിനിമയുടെ ഏകദേശം ആദ്യത്തെ ഒരു 20 മിനിറ്റിൽ തന്നെ സിനിമ എന്താണ് പറയാൻ പോകുന്നത്, സിനിമയുടെ സെറ്റ് എന്താണെന്ന സംവിധാനം നമുക്ക് ഇട്ട് തരുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെ കൂടുതൽ ചെകഞ്ഞ് കൂടുതൽ അന്വേഷിച്ച് പോകാതെ അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമ്പോഴത്തേക്ക് നമുക്കൊരു അഡ്രിനാലിൻ റഷ് കിട്ടുന്ന പോലത്തെ ഒരു ഫീലാണ്. അതായത് നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഹൈലി നമുക്ക് എന്താ പറയുക, നമുക്ക് ഇപ്പൊ നമുക്ക് ഒന്ന് മൈതാനത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ ഓടാം, അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്കും കഥ ഒരു ചെറിയൊരു ടേൺ എടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് വീണ്ടും പിന്നെ അവിടെയാണ് ചെറിയൊരു സിനിമ കഥയ്ക്ക് ചെറിയൊരു ഗ്രാഫ് താഴോട്ട് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. കാരണം കഥ എങ്ങോട്ട് കൊണ്ടുപോകുന്ന സംവിധായകൻ ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ. പക്ഷെ പിന്നെ വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ അത് കൊണ്ടുപോയി അത് ചിത്രം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അവസാനത്തേക്ക് വീണ്ടും വരുമ്പോഴത്തേക്ക് വീണ്ടും ആ ഗ്രാഫ് കുത്തനെ കയറുകയാണ്. പിന്നെ അതിലെടുത്ത് പറയേണ്ടത് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിൽ പിന്നെ 3 വേറെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. എനിക്ക് അവരുടെ എല്ലാവരുടെയും പേര് അറിയില്ല. ഒരാളെ ഞാൻ സോഷ്യൽ മീഡിയ പേജിൽ കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സാക്ട്ലി എനിക്ക് അവരുടെ പേര് അറിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണല്ലോ അവർ വീണ്ടും ഫേമസ് ആവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് പുതുമുഖ താരങ്ങളെന്ന് സംബന്ധിച്ച് അവരുടെ കിട്ടിയ നല്ലൊരു ഓപ്പണിംഗ് തന്നെയാണ്. 3 പേര് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫഹദ് ഫാസിലിന്റെ ഒരു ഓൾ ഇൻ ഓൾ ഫഹദ് ഫാസിൽ ഷോ ആണ് ഈ സിനിമയിൽ ഉടനീളം. അദ്ദേഹം പല ഒരു എന്താ പറയുക, നമ്മളിപ്പം അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ പുള്ളി കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ രണ്ട് ഗെറ്റപ്പിൽ പുള്ളി വരുന്നുണ്ട്. അത്
തീർത്തും അപ്രതീക്ഷിതമായിരുന്നു പുള്ളിയുടെ അത് ചെറിയൊരു ഹെയർ കട്ടിലും ഒരു മീശയും എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതായത് രണ്ട് കാലഘട്ടത്തിലുള്ള പുള്ളിയാണെന്ന് നമ്മളെ ഒന്ന് വിശ്വസിപ്പിക്കാൻ പുള്ളിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അത് അക്കാര്യത്തിൽ പുള്ളി വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു മ്യൂസിക് ആയിരുന്നാലും ഇതിന്റെ ഒരു കളർ ഗ്രേഡിങ് ആയിരുന്നാലും ഇതെല്ലാം കൊണ്ടും ഈ ഒരു അടിച്ചുപൊളി മൂഡിൽ ഇരുന്ന് കാണുക. അല്ലാതെ നമ്മൾ സീരിയസ്നെസ്സും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെങ്കിൽ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നവരൊക്കെ അല്ലെങ്കിൽ ആ റിവ്യൂവേഴ്സ് ഒക്കെ ഈ സിനിമ കണ്ടിട്ട് എന്താ അഭിപ്രായം പറയും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനൊരു സിനിമയായിട്ട് മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ്.